എന്താ ഇപ്പൊ ചെയ്യണ്? ഇത് എത്ര മാസം പണിയെടുത്തിട്ടുണ്ടാവും ചേട്ടാ? ഇതിപ്പോ 9 മാസമാണ്. 9 മാസത്തെ കഷ്ടപ്പാടായിരുന്നു. അതെല്ലാം പോയി. വെള്ളം പോയി. ഇതുവരെ അതിന് വിറ്റിട്ടുമില്ല. ഒരു 10 കൊല്ലം ഞാൻ വെട്ടിക്കണ്. അത് വെള്ളത്തിൽ വീണത് കൊണ്ട് വെട്ടിയതാ. ഇതിപ്പോ ഇന്ന് വീണതാ? ഇന്ന് വീണതല്ലേ? ഇത് കണ്ട, ഇത് കൊലക്കാനായതായിരുന്നു അല്ലേ? വളരെ സങ്കടം. ഇവിടെ ഇപ്പോൾ ഒരു അരക്ക് വെള്ളം ഉണ്ടാവൂലേ? അരക്ക് മേലുണ്ട്. അരക്ക് മേലെ വെള്ളമുണ്ട്. അരക്ക് മേലെ വെള്ളം കയറിയിട്ട് ഈ ചേട്ടൻ്റെ നമ്മളെ മുന്നിൽ കാണുന്ന ഈ ചേട്ടൻ്റെ വാഴക്കൃഷിയാണ് ഇവിടെ കംപ്ലീറ്റ് വല്ലാത്തൊരു അവസ്ഥയിലാണ്. അതിൻ്റെ ഐറ്റം ഒന്ന് കാണിക്കണി. ഇത് കണ്ട, നിങ്ങളെല്ലാവരും കാണട്ടോ. ഇത് ആ ചേട്ടനെ ആറ്റുനോറ്റുണ്ടാക്കിയ വാഴ കൃഷിയാണ് നിങ്ങൾ കാണുന്നത്. അരക്ക് വെള്ളത്തിൽ ഏകദേശം കേട്ടോ. ഈ ഒരു അരക്ക് വെള്ളത്തിലേക്കാണ് ഈ ഭാഗം കുറച്ചുകൂടി അടി പൊന്തിയ ഭാഗം. കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ നല്ല താന്ന ഭാഗമാണ്. ഇനി അതിനെക്കാട്ടി വെള്ളം അവിടെ ഉണ്ട്. പ്രകൃതി ഇങ്ങനെ ശോഭിക്കണം നമുക്ക് ഒരിക്കലും വിചാരിച്ചതല്ല. അപ്പം എന്തായാലും ഒരു 3-4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഉണ്ടായിരിക്കണേ. മൂപ്പായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് വരുന്നതും കുറയ്ക്കാനുള്ള വാഴകളൊക്കെ തന്നെ കണ്ടമാനുണ്ട്. പച്ചക്കായ്ക്ക് പോലും കിട്ടൂല. അത് കണ്ടില്ലേ, ഇതൊക്കെ ഈ കിടക്കണ കണ്ടില്ലേ, ഇത് എന്തിനു പറ്റുക? പച്ചക്കായ്ക്ക് പറ്റൂല. പച്ചക്കായ്ക്ക് പോലും അല്ല, അരിമണി വെച്ചിട്ടില്ല. അതാണല്ലേ. ഇതിപ്പോ ഒന്ന് പറ്റിയപ്പോൾ രണ്ടാമത്തെ വറവായത്. ആദ്യം ഒരു വറവ് വന്നിരുന്നു. ഈ മെയ് അവസാനം പകുതി ആകുമ്പോഴത്തേക്കും ഒരു മഴ വന്നപ്പോൾ തന്നെ ഏകദേശം അത് പോയി. പിന്നെ അത് വറ്റി തുടങ്ങിയപ്പോൾ അടുത്ത മഴ ഇപ്പോൾ 2 ദിവസം കൊണ്ട് പെയ്ത മഴയാണ് പെയ്തില്ലേ. ഇത് 2 വറവ് വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് വന്ന് കിട്ടിയിരുന്നെങ്കിൽ കുറേയൊക്കെ നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. ഈ മുടക്ക് മുതലെങ്കിൽ നമുക്ക് കിട്ടിയേനെ. ഇതിപ്പോൾ പണിക്കൂലിയില്ല, മുടക്ക് മുതലില്ലാതെ ഒരു സ്ഥിതിയാണ്. ഇതിപ്പോൾ വീണ ഒരു വാഴയാണ് കേട്ടോ. വീണ വാഴൻ്റെ കൊലയാണിത് ചേട്ടാ. ഇതെന്തിനാ പറ്റുമോ? ഇത് ഒന്നിനും പറ്റില്ല. ഇതിപ്പോൾ 1, 2, 3, 4, 5, 6 പടലുണ്ട്. ഈ പടലം 6 പടലം പറഞ്ഞാൽ ഇങ്ങനെ പോയാലും ഒരു 15 കിലോ കിട്ടുമായിരുന്നു വലുതാവുകയാണെങ്കിൽ. ഇപ്പോൾ പോയിട്ട് ഒരു 1/2 കിലോ പോലും ഇല്ല. അത് ശരി. ഇതിപ്പോൾ പച്ചക്കായ്ക്കും പറ്റാത്ത അവസ്ഥയോ? പച്ചക്കായ്ക്ക് പോയിട്ട് ഇപ്പോൾ 6 പൈക്കിൾക്ക് കൊടുത്താൽ പോലും, പശുക്കൾക്ക് കൊടുക്കാൻ പോലും ഒരു തിന്നൂല, കൊണ്ടുപോയിട്ട് തലപോലെ തിന്നില്ല. അത് ശരി. അതായിട്ടില്ല, ആവാത്തോണ്ടല്ലേ? ആവാത്തോണ്ടാണ്. അത് ശരി, ഇതായിട്ടില്ല പ്രിയപ്പെട്ടത്. അപ്പം ഇതുപോലെ എത്ര വാഴകളാണെങ്കിൽ മൊത്തം വീണ് കിടക്കുക കേട്ടോ. ഇനിയൊന്നും നോക്കണ്ടല്ലേ, പോയി കയ്യിൽ നിന്ന് പോയി. കൈകൊണ്ട് പോയി. ഇനിയില്ല. ഈ മരട്ടിലേക്ക് വെള്ളം കയറിയാൽ പിന്നെ വാഴ തിരിഞ്ഞു പോകണം, പിന്നെ ഒന്നിന്ന് തുടങ്ങേണ്ടി വരും. അതാണ് വാഴയുടെ സ്ഥിതി. അതാണ്. ഏകദേശം എത്ര വാഴ നട്ടിട്ടുണ്ടാവും നിങ്ങൾ ഇവിടെ ഈ സൈഡിൽ തന്നെ? ഈ സൈഡിൽ തന്നെ ഒരു സെൻറ്റിന് ഇപ്പോൾ കണക്കാക്കുകയാണെങ്കിൽ തന്നെ ഒരു 10-500 വാഴയ്ക്ക് മേലുണ്ട്. ആകെ 10 എണ്ണത്തിൻ്റെ കൊല ഞങ്ങൾ കൊണ്ടുപോയി എന്തെങ്കിലും കാട്ടിയിട്ടുള്ളൂ, വിറ്റിട്ടുള്ളെങ്കിൽ പോലും അല്ലേ? ഇതൊക്കെ പ്രതീക്ഷ ഉണ്ടോ? എന്താ ഇപ്പം ഇത് റോബസ്റ്റൈനാണ് നിൽക്കണില്ല. ഇത് ഒന്നും ആവില്ല. ഇത് ഇങ്ങനെ തന്നെ ഈ നേരത്തെ തന്നെ നിൽക്കുള്ളൂ. അതെന്തുകൊണ്ട് അങ്ങനെ നിൽക്കണത്? വെള്ളം കയറിയാൽ വെള്ളം കയറിയ പിന്നെ ഒന്നും ആവില്ല. അത് മൂക്കൂല. അത് പിന്നെ അത് മരിച്ചു പോയിന്നാണ് എൻ്റെ കണക്ക്. അത് ശരി. കല്ലിൻ്റെ മേലെ വെള്ളം കയറിയാലേ അതിൻ്റെ ഇതിൽ ഉള്ളിൽ വെള്ളം കയറിയാൽ പിന്നെ അതിൻ്റെ ആയുസ് കഴിഞ്ഞ് ആ നൃത്തം തന്നെ ഉറക്കം തൂങ്ങി നിൽക്കുകയുള്ളൂ. നല്ലൊരു റോബസ്റ്റ്